ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യാബേജിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൽ 250 ഗ്രാം ക്യാബേജ് ആട്ടോ. ഞാൻ നല്ല കഴുകി വാർത്തെടുത്ത് വെച്ചേക്കുവാണേ. ഞാനിത് ഈ പാത്രത്തിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ഞാനിങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ, മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഇതിനകത്തേക്ക് ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനൊരു 4, 3, 7 എണ്ണം എടുത്തിട്ടുണ്ട്. എണ്ണവും തെറ്റി. പിന്നെ ചെറുതുമാണ്, പിന്നെ ചുക്കി ചുളുങ്ങിയതാണ്, അതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തത്. ഒരു 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. ഇത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാനിത് ഇതിനകത്തേക്ക് ഇടുവാണേ. പിന്നെ അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ അടിച്ചു വെച്ച, നല്ല സ്മെല്ലാട്ടോ, അടിച്ചു വെച്ച തേങ്ങ ഇടുവാണേ. ഒരു 4 പച്ചമുളക് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഉണ്ടമുളക് കേട്ടോ. എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നല്ല എരിവാണ്. ഒരു പിടി വേപ്പില കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ ഞാൻ. 1 ടീസ്പൂൺ ഞാൻ മഞ്ഞൾ ഇടുന്നുണ്ട്, ഇത്തിരി കൂടുതൽ ഇടുവാണേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടും ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കണം. ഇതാ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നേരത്തെ ഒന്ന് മൂടി വെക്കുവാണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനിത് തളിക്കാൻ പോവാണേ. ഞാനിത് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണേ. ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ കടുകാണേ. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാട്ടോ. 1/4 ടീസ്പൂൺ കായം കേട്ടോ, കായപ്പൊടി. ഇതിനകത്തേക്കൊരു 4 പച്ചമുളക് നന്നായിട്ട് കഴുകി വയ്ക്കും. ഒരു ചെറിയ സവാള, ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. ഒന്ന് വഴണ്ടിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ക്യാബേജ് ഇന്നത്തേക്ക് ഇടാൻ പോകുന്നത്. ക്യാബേജ് ഇട്ടു കേട്ടോ. അത് കൂടാതെ കുക്കർ കഴുകി, കുക്കറല്ല, മിക്സി കഴുകിയ വെള്ളവും കൂടി ഞാൻ ഇടുവാണേ. ഇനി നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കും. ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ. 5 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് ഓക്കെ ആവും. ക്യാബേജ് റെഡി. ഞാനൊന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഇളക്കി പൊത്തി കൊടുത്തിരുന്നു കേട്ടോ. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിരുന്നു. 5 മിനിറ്റ് നേരത്തെ വേവേ ഉള്ളൂ കേട്ടോ. അടിപൊളി സ്മെല്ലും അടിപൊളി ടേസ്റ്റും. ഇപ്പോൾ തന്നെ കൊതിയാവണം, പിന്നെ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പം എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, കുറച്ചും കൂടി ചെറുതാക്കി ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ തിരക്കിലായപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ചെറുതാക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാനതൊന്ന് ഡിഷിലേക്ക് ഇടട്ടെ. അതേ ക്യാബേജ് ഇതുപോലെ ഞാൻ ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് മടുക്കത്തില്ല, ചോറ് ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുക, അത്ര ടേസ്റ്റാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ. ഓക്കെ, താങ്ക് യു.